ദേ ഒരെണ്ണം കൂടി. അതെടുക്ക. നന്ദിനി, മോൾ ഈ വഴിക്ക് പോയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. കാഞ്ചുമോൾ അങ്ങനെ തനിച്ച് എങ്ങോട്ട് പോകാനാ മഞ്ജു? ഒരു സാധ്യത ക്ഷേത്രത്തിനടുത്ത് ബഹളം നടന്നപ്പോഴേ കുഞ്ഞ് പേടിച്ചോടിപ്പോവാനാ. അതല്ലെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും കടത്തിക്കൊണ്ട് പോയതായിരിക്കാം. വാ. എന്തായാലും കുഞ്ഞ് ഈ വഴിയിലൂടെ തന്നെ പോയിട്ടുള്ളത്. നമുക്ക് വൈഷ്ണവി മാഡത്തിനോട് പോയി പറഞ്ഞാലോ? വരട്ടെ, എവിടം വരെ ഇത് പോയിട്ടുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം. കുഞ്ഞെവിടെയെങ്കിലും പേടിച്ചൊളിച്ചിരിക്കുകയാണെങ്കിലോ നമുക്ക് തന്നെ അത് കണ്ടെത്താൻ പറ്റും. നന്ദിനി, നന്ദിനി, കുഞ്ഞിനെ നമ്മൾ തന്നെ കണ്ടെത്തും. നീ വാ. പ്രകാശ്, കണ്ടു നമ്മുടെ മോളെ? എന്തായി? പോലീസുകാർ സെർച്ച് ചെയ്തോണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാന്നാ അവര് പറയുന്നത്. താനിങ്ങനെ കരയിലടോ. എന്താഗ്രഹം ഉണ്ടെങ്കിലും ഏതു നിമിഷവും സാധിച്ചിരാന്ന് പറയുന്നത് എനിക്ക് ഇപ്പൊ ഒന്നും സാധിക്കുന്നില്ലല്ലോ ദൈവമേ. വിളിക്കാവുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് മുഴുവൻ വിളിപ്പിച്ചു. അതിർത്തിയിലെല്ലാം കനത്ത ചെക്കിംഗ് ഏർപ്പെടുത്തി. ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളൊക്കെ അവരെ അരിച്ചു പറക്കുക. എവിടെയോ നമ്മുടെ കുഞ്ഞുണ്ട്. പ്രകാശ്, ഫോൺ എടുക്ക്. ചിലപ്പോ ആരെങ്കിലും. പാർട്ടി പ്രസിഡന്റ് സത്യപ്രതിജ്ഞയുടെ കാര്യം പറയാനാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്കിനി ഒന്നും വേണ്ട. എന്റെ മോളുടെ മേലെ എനിക്കൊരു നേട്ടവും വേണ്ട. പ്രകാശ്, ഞാനിവിടെ തനിച്ചിരുന്ന് നമ്മുടെ ജീവിതം മുഴുവൻ അരിച്ചു പെറുക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും ആരോടെങ്കിലും അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടോന്ന്. അല്ലാതെ എന്തിനാ നമുക്ക് ഈ ശിക്ഷ? കൊണ്ടുപോയവരുടെ ആവശ്യം ചിലപ്പോ പണമായിരിക്കും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അവർക്കറിയില്ലല്ലോ നമ്മുടെ ശ്വാസം പറിച്ചെടുത്തോണ്ടാ പോയതെന്താ. വൈഷ്ണവി, എനിക്കൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയണം. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. ആ ഗിരിയും സുരേന്ദ്രനെ പോലീസുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അവര് പാവങ്ങളാ. ആ പെൺകുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നു. കുറെ കരഞ്ഞു. അവരുടെ ശാപം കൂടി വാങ്ങിച്ചു വെക്കേണ്ട. അത് ഞാൻ നോക്കിയോളാം. പ്രകാശ്, അവളെ തിരിച്ചു കിട്ടലേ നമുക്ക്? അവള് വരില്ലേ എന്റെ അടുത്തേക്ക്? എന്റെ നെഞ്ചിനും ജീവനുണ്ടെങ്കിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കും ഞാൻ. അല്ലെങ്കിൽ ഒന്നിച്ചെങ്കിൽ ഇല്ലാണ്ടാവാം നമുക്ക്.
കൊണ്ടുപോയത് ആരായാലും ഇതുവഴി തന്നെയാ പോയിരിക്കുന്നത്. വാ. വാ. മഞ്ജു നോക്കിയേ. വാ. നന്ദിനി, സാധാരണഗതിയിൽ ഒരു തട്ടിക്കൊണ്ടുപോലും നടന്ന ഞങ്ങൾ പോലീസുകാർ ആദ്യം തിരയുക ഈ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളും ഗ്യാരേജുകളും ഈ പൂട്ടിക്കിടക്കുന്ന വർക്ക്ഷോപ്പുകളും ഒക്കെയാ. എന്റെ ബലമായ സംശയം കുഞ്ഞിനെ ഒരുപക്ഷെ ഈ കെട്ടിടത്തിലേക്കായിരിക്കും കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് അകത്ത് കയറി നോക്കിയാലോ? ആ, സൂക്ഷിച്ചു വേണം. ഇനി അവന്മാരകത്തുണ്ടെങ്കിലേ എത്ര പേരുണ്ട്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോന്നൊന്നും നമുക്കറിയില്ലല്ലോ. നോക്കാം.